ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് ബാഗുകൾ കണ്ടാലോ. അപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ബാഗാണ് കേട്ടോ. ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കുറച്ച് എന്തെങ്കിലും പല ക്യാഷോ നമ്മൾ അതേപോലെ തന്നെ ഫോണൊക്കെ വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബാഗാണ്. മിറാജോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ആണ്. ബാഗ് ചെറുതാണെങ്കിലും അത്യാവശ്യം കോസ്റ്റ്ലിയാണ്, കാരണം ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗാണ് കേട്ടോ. അതുപോലെ ക്വാളിറ്റി നല്ല അടിപൊളിയായിരിക്കും. ഇതേപോലെ കണ്ടോ, നമുക്ക് സ്ട്രാപ്പ് അല്ല ഇങ്ങനെ ചങ്ങലില്ലേ, ഇതാണ് വരുന്നത് കേട്ടോ. ചെയിൻ ആയിരിക്കും വരുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൽ ഒരുപാട് അറകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയൊരു പോക്കറ്റും കൊടുത്തിട്ടുണ്ട്. സിപ്പ് പോക്കറ്റും നല്ല കേട്ടോ, പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു ബാഗാണ് ഇത് കാണാനായിട്ട്. നമ്മളെ മിറാജോന്റെ ബാഗ് തന്നെയാണ്. ഇതേപോലെ വലിയൊരു സിപ്പ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളില് ഇതാ ചെറിയ ഒരു കള്ളിയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നമുക്കൊരു കുടയും അതേപോലെ തന്നെ ബാഗ്, പേഴ്സ്, അങ്ങനത്തെ ബാഗോ പേഴ്സ്, പിന്നെ നമ്മളെ ഫോണൊക്കെ വെക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതേപോലെ ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന കേട്ടോ. വലിയ ഇറക്കിടാൻ പറ്റുന്ന മോഡലാണ്. ജസ്റ്റ് ഇങ്ങനെ ഫാഷനായിട്ട് പിടിക്കാൻ പറ്റുന്നതാണ്. നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഈ ഒരു ബാഗ് വരുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ബാഗ് നോക്കുകയാണെങ്കിൽ ഇത് അടിപൊളിയാണ്, നല്ല ഭംഗിയിട്ട് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. ഇപ്പോഴും സ്ഥിരമായി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാഗിലൊന്നാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വന്നിട്ട് എന്താ ഈ ഒരു ബാഗാണ്. ഇതും ഒക്കെ മിറാജ് തന്നെയാണല്ലോ. അവിടെ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ബാഗ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ തന്നെ എടുത്തത്. കുറേ സമയങ്ങളായിട്ട് എടുത്ത ബാഗ് തന്നെയാണ്. ഇതാണ് അടുത്തൊരു ഇത് വരുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ബാഗ് തന്നെയാണ്. ഇതേപോലെ ഒരു സിപ്പ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്റ്റാപ്പ് ഉണ്ട്, ഇങ്ങനെ മടഞ്ഞ ഒരു മോഡലാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഇടാനുള്ളൊരു ലെങ്ത് ഉണ്ട്. അതേപോലെ തന്നെ കയ്യിൽ ഇങ്ങനെ ഇടാനാണെങ്കിലും അടിപൊളി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ 2 പോക്കറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഒന്നൊരു സിപ്പ് പോക്കറ്റും കൂടെയാണ് വരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ബാഗ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒക്കെ ഞാൻ എടുത്ത ആമസോണിലാണ് കേട്ടോ. ആമസോണിൽ ഇപ്പോൾ അടിപൊളി ഓഫേഴ്സ് ഉണ്ട്. അടുത്തത് ഈ ഒരു ബാഗാണ്. ഇത് വന്നിട്ട് എന്തിൻ്റെ ആയിരുന്നു, ബ്രാൻഡ് കൊടുക്കാത്ത ബാഗോ. ഇവിടെ കണ്ടോ, ഒരു പ്രത്യേക ഡിസൈനിൽ ഇങ്ങനെ ഒരു കൂട്ടിക്കെട്ടിയപ്പോഴത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമുക്കൊരു സിപ്പ് പോക്കറ്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് സ്ട്രാപ്പ് എത്ര വേണമെങ്കിലും ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത് കുറച്ച് വലിയ ബാഗ് തന്നെയാണ്. ഉള്ളിൽ കുറച്ചധികം സാധനങ്ങളൊക്കെ ഉള്ളും. പിന്നെ വലിയ ബുക്കും കാര്യങ്ങളൊക്കെ അല്ല. ഇങ്ങനെ ജസ്റ്റ് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഉള്ളിലും സിപ്പ് പോക്കറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. നല്ല ഡാർക്ക് കളർ, ഇങ്ങനെ കാണുമ്പോൾ ലൈറ്റായിട്ട് തോന്നുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ കളറിലാണ് കേട്ടോ ഈ ഒരു ബാഗും വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കാണിച്ചൊക്കെ വലിയ ബാഗുകളല്ലേ. നമുക്കൊരു ചെറിയ ബാഗ് ഉണ്ടല്ലോ. സോറി, ഇത്രയും നമ്മൾ കാണിച്ചൊക്കെ ചെറിയ ബാഗ്. ഇനി നമുക്കൊരു വലിയ ബാഗ് നോക്കാം. ഇത് നമ്മളുടെ ലിനോപെറോസിന്റെ ബാഗാണ് കേട്ടോ. കുറച്ച് ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ്. ഇങ്ങനെ കട്ടിയുള്ളൊരു സൈസാണ്. ഒരു ക്ലോത്ത് അല്ല, എന്താ പറയുക, എന്തോരം ലെതർ മെറ്റീരിയലാണ്. നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. ബാക്കിലൊരു സിപ്പ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് ഇതിൻ്റെ സ്ട്രാപ്പ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ബ്രാൻഡ് നെയിം മെൻഷൻ ചെയ്തിട്ടുണ്ട്. വലിയ ബാഗാ. ഇതാ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഒരു ആദ്യം സിപ്പ് പോക്കറ്റ്, അതിനുള്ളിൽ ഇങ്ങനെ 2ആയി തരംതിരിച്ചിട്ട് വേറെ ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേറെ സിപ്പ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞി 2 സ്പേസിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ. അപ്പം അത്യാവശ്യം ഉള്ളിൽ കുറേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബാഗാണ്. അപ്പം നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ബൈ.